ബാല്യകാലസഖി വീണ്ടും റിലീസ് ചെയ്യുന്നു. റിലീസായി ആദ്യവാരം തന്നെ തിയേറ്ററുകളിൽ നിന്ന് മാറിയ ചിത്രമായ ബാല്യകാലസഖി വീണ്ടും റിലീസ് ചെയ്യുമെന്ന് സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ. ബാല്യകാലസഖിയെ അവാർഡ് സിനിമ എന്ന് മുദ്രകുത്തി മാറ്റി നിർത്താൻ ശ്രമം നടന്നതായും സംവിധായകൻ ആരോപിച്ചു. ഇതിന്റെ ഭാഗമായാണ് മിക്ക തിയേറ്ററുകളിൽ നിന്നും സിനിമ പിൻവലിക്കപ്പെട്ടതെന്നും പ്രമോദ് പറഞ്ഞു. അതുകൊണ്ടുതന്നെ വെള്ളിയാഴ്ച 40 തിയേറ്ററുകളിൽ കൂടി വീണ്ടും സിനിമ റിലീസ് ചെയ്യും. നിലവാരമുള്ള സിനിമകളൊക്കെയും അവാർഡ് സിനിമ എന്ന മുദ്ര ചാർത്തി മാറ്റി നിർത്തുക നമ്മുടെ പതിവാണെന്നും ഇതുമൂലം കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകരിൽ എത്താതെ പോകുന്നതിന് കാരണമാകുന്നുവെന്നും പ്രമോദ് പറഞ്ഞു. ബാല്യകാലസഖിയെയും ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ചിലർ ബോധപൂർവം ശ്രമം നടത്തി. അതുകൊണ്ടുതന്നെ റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്കകം തന്നെ സിനിമ തിയേറ്ററുകളിൽ നിന്നും അപ്രത്യക്ഷമായിരുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ പ്രമോദ് പറഞ്ഞു. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനുള്ള സർഗസമർപ്പണമായിരുന്നു ബാല്യകാലസഖി. കഥയോട് നീതി പുലർത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു. എന്നാൽ മുൻവിധിയോടെയാണ് സിനിമയെ പലരും സമീപിച്ചത്. വിതരണക്കാർ നിസ്സഹകരിച്ചത് കാരണം പ്രേക്ഷകർ നിറഞ്ഞ തിയേറ്ററുകളിൽ നിന്ന് പോലും സിനിമ പിൻവലിച്ച അനുഭവമുണ്ടായി. അതുകൊണ്ടുതന്നെ ഇത്തവണ വിതരണക്കാരെ മാറ്റി നിർത്തി വീണ്ടും റിലീസ് ചെയ്യാനാണ് തീരുമാനം. വെള്ളിയാഴ്ച 40 തിയേറ്ററുകളിൽ വീണ്ടും ബാല്യകാലസഖി പ്രദർശനത്തിനെത്തും. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.